നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ക്രൂശിക്കുമ്പോൾ നോക്കുവിന് രണ്ട് കള്ളന്മാരെ ഇടവും വലവും കൂടെ ക്രൂശിക്കേണ്ടി വന്നു. ഈ ഇടവും വലവും ക്രൂശിക്കപ്പെട്ട ഈ കള്ളന്മാർ എന്തിനാണ് അങ്ങനെ ഉപയോഗിക്കാൻ ഇടയായത് എന്നുള്ളതിനെ പറ്റി അല്പനേരം ചിന്തിച്ചാലോ? യഥാർത്ഥമായിട്ടും യേശുക്രിസ്തുവിനെ നേരിട്ടും ക്രൂശിച്ചാൽ പോരെയോ? എന്നാൽ പ്രിയപ്പെട്ടവരെ, അതൊരു പ്രവചന നിവർത്തി കൊണ്ടാണ്. അതായത് യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം ഇങ്ങനെ പറയുന്നുണ്ട്: അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്കും വേണ്ടി ഇടനിന്നുകൊണ്ട് അതിക്രമക്കാരോട് കൂടെ എണ്ണപ്പെടുകയും ചെയ്യുക തന്നെ. അപ്പോൾ എന്താണ്? കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു അതിക്രമക്കാരുടെ കൂടി എണ്ണപ്പെടണം. അതൊരു പ്രവചനമാണ്, ഒരു തിരുവെഴുത്താണ്. ആ തിരുവെഴുത്തിന് ഒത്തവണ്ണം കർത്താവിനെ ആ അതിക്രമക്കാരുടെ നടുവിലാണ് ക്രൂശിക്കുന്നത്. അപ്പോൾ ഈ മർക്കോസിന്റെ സുവിശേഷം വരുമ്പോൾ പറയുന്നുണ്ട്, തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാർ എന്നാണ് എഴുതിയത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ ഇടവും വലനും ദുഷ്പ്രവൃത്തിക്കാരെ കൂടെ തൂക്കുവാനിടയായി. എന്താണ് ഇതിന്റെ യഥാർത്ഥമായിരിക്കുന്ന അർത്ഥം എന്ന് എനിക്ക് കിട്ടിയ വെളിപ്പാടിന് ഒത്തവണ്ണം ഒന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കാം. നമുക്ക് ഇതിന്റെ യഥാർത്ഥമായിരിക്കുന്ന ഒരു രൂപം നമുക്ക് കിട്ടുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായത്തിലാണ് ഈ രണ്ട് കള്ളന്മാരെ പറ്റി നമ്മൾ കൂടുതലായിട്ട് വിശദമായിട്ട് ഗ്രഹിക്കാൻ കഴിയുന്നത്. അത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അപ്പോൾ യേശുക്രിസ്തുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുമ്പോൾ അതിന്റെ 23-ന്റെ 32-33 വാക്യത്തെ പറയുന്നു: ദുഷ്പ്രവൃത്തിക്കാരായ വേറെ രണ്ടുപേരെയും അവനോടുകൂടെ കൊല്ലേണ്ടതിന് കൊണ്ടുപോയി. തലയോടിടം എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവൃത്തിക്കാരെയും ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായിട്ട് ക്രൂശിച്ചു. അപ്പോൾ യേശുക്രിസ്തുവിനെ തലയോടിടം എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ രണ്ട് ദുഷ്പ്രവൃത്തിക്കാരെ കൂടി, രണ്ട് കള്ളന്മാരെ കൂടെ കൊണ്ടുവന്നിട്ട് ഒരുവനെ ഇടത്തും ഒരുത്തനെ വലത്തുമായിട്ട് ക്രൂശിച്ചു. ആ ക്രൂശിൽ ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുമ്പോൾ ആൾക്കാരെല്ലാം അവനെ പരിഹസിക്കുന്നുണ്ട്. നോക്കിയേ, അതിനുശേഷം ഈ ക്രൂശിച്ചതിന് ശേഷം എന്തൊക്കെയാണ് സംഭവിച്ചത്? അപ്പോൾ ഈ കർത്താവ് ആദ്യം ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്: പിതാവ്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഏതോ ഒരുപക്ഷെ കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നോടുകൂടെ, ദൈവപുത്രനായിരിക്കുന്ന എന്നോടുകൂടെ പാപികളായിരിക്കുന്ന രണ്ടുപേരെ കൂടെ, ദുഷ്പ്രവൃത്തിയിൽ ആയിരുന്ന രണ്ടുപേരെയും കൂടെ ക്രൂശിച്ചത് വഴി എന്നെ അവർക്ക് തുല്യന്മാരാക്കിയാണ് ലോകം ചെയ്തത്. വെച്ചാൽ ആ കള്ളന്മാർക്ക് തുല്യനായിട്ട് ഈ ദൈവപുത്രനെ അവരെന്താണ് കാണുവാൻ ആഗ്രഹിച്ചു. അവരോടുകൂടെ പരിഹാസത്തിനായിട്ടാണ്, അല്ലെങ്കിൽ ഇവനോടുകൂടെ ഇവനെ കൂടുതലായിട്ട് പരിഹസിക്കാൻ വേണ്ടിയിട്ട് അത്രേ ഈ കള്ളന്മാരെ കൂടെ ക്രൂശിച്ചു. കാരണം ഇവനും തമ്മിൽ ഞങ്ങളുടെ മുമ്പിൽ ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും ഒരുപോലെ പാപം ചെയ്തു എന്നുള്ള വചനത്തിന്റെ പൂർത്തീകരണം കൂടെ. മനസ്സിലായില്ലോ? അപ്പോൾ ഇവനെ ഈ രണ്ട് കള്ളന്മാരെ കൂടെ ഇടവും വലവും ക്രൂശിക്കുമ്പോഴും ലോകം വിധി എഴുതി എന്താണെന്നറിയാമോ? ഇവൻ ഈ കള്ളന്മാരെക്കാളും നല്ലവനല്ല, ഇവൻ ഇതുപോലെ ഈ കള്ളന്മാരുടെ കൂടെ തന്നെ, ഈ ദുഷ്പ്രവൃത്തിക്കാരുടെ കൂടത്തെ അവര് മരിക്കുന്ന പോലെ തന്നെ ഇവനും കഷ്ടമേറ്റ് മരിക്കണം, ഇതുപോലെ നിന്നാപാത്രമായിട്ട് മരിക്കണം എന്ന് ലോകം എണ്ണിയപ്പോൾ പ്രിയപ്പെട്ട 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാവ് മുഖാന്തരം വന്ന വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണം കൂടിയാണിത്. എന്നാൽ ഇതിന്റെ യഥാർത്ഥമായിരിക്കുന്ന ആത്മീയ അർത്ഥം എന്താ നിങ്ങൾക്കറിയാമോ? അതായത് ഈ രണ്ട് കള്ളന്മാരെ ക്രൂശിക്കുമ്പോൾ കണ്ട ഈ രണ്ട് കള്ളന്മാരും ഒരേ സ്വഭാവമുള്ളവരാണ്, ഒരേ തെറ്റ് ചെയ്തവരാണ്, ഒരേ ശിക്ഷ അനുഭവിക്കുന്നവരാണ്. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും മരണശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. നടുവിൽ യേശുക്രിസ്തുവും ഇരുപുറവും ഈ രണ്ട് ദുഷ്പ്രവൃത്തിക്കാരും കൂടെ കിടക്കുമ്പോൾ നോക്ക് പ്രിയപ്പെട്ടവരെ, ഇതിനകത്തെ മർമ്മം ഞാൻ പറഞ്ഞുതരാം. അതായത് റോമാലേഖനം ഒക്കെ പറയുന്ന പോലെ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തിയവനാന്ന് പറയുമ്പോൾ നോക്ക് പ്രിയപ്പെട്ടവരെ, ആദമിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. അതായത് ആദമിനെ ദൈവം സൃഷ്ടിച്ച് ആദം പാപം ചെയ്ത് ദൈവത്തിന് ശത്രുവായിട്ട് തീർന്നത് വഴി ആ സാത്താന് കീഴടങ്ങിയ സാത്താന്റെ ആത്മാവിനാൽ പ്രവേശിക്കപ്പെട്ട് വിശുദ്ധൻ എന്നുള്ള പദവിയിൽ മരിച്ച് ആത്മാവ് സംബന്ധിച്ച് അവൻ പാപിയായിട്ട് മാറ്റപ്പെട്ടത് വഴി അവന്റെ രക്തത്തിൽ പറഞ്ഞ ഈ മുഴു ലോകത്തിന്റെയും അല്ലെങ്കിൽ സകല പാപികളുടെ പ്രതിനിധിയാണ് ഈ രണ്ട് കള്ളന്മാർ. എന്ന് വെച്ചാൽ ആദം മുതൽ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുന്നതും വരെയും ഇത് യേശുക്രിസ്തു മടങ്ങി വരുന്നതും വരെയുമുള്ള ഈ ഭൂമിയിലെ സകല മനുഷ്യരുടെയും എല്ലാ പാപികളുടെയും പ്രതിനിധിയാണ് ഈ രണ്ട് കള്ളന്മാർ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പാപത്തിന്റെ മോചനത്തിനായിട്ട് യേശുക്രിസ്തു മരിക്കണം എന്നുള്ള തിരുവഴുത്തിന്റെ നിവൃത്തീകരണത്തിലേക്ക് വരുമ്പോൾ രണ്ട് കള്ളന്മാരെ, രണ്ട് പാപികളെ ഇടം വലം നിർത്തുമ്പോൾ ഒരേ സ്വഭാവമുള്ള, വെച്ചാൽ ഒരുത്തം പോലും നീതിമാന്മാരില്ല, എല്ലാവരും ഒരുപോലെ കൊള്ളരുതായിട്ട് തീർന്നു. അപ്പൊ ഒരുപോലെ കൊള്ളരുതാത്ത രണ്ടുപേരെ, ഒരു വ്യത്യാസവുമില്ല. ഈ രണ്ട് കള്ളന്മാർക്കും കൂടെ ഒരു വ്യത്യാസവുമില്ല, രണ്ടുപേരും ഒരുപോലെ കൊള്ളരുതാത്തവരാ. പക്ഷെ ഇവിടെ നോക്കിയേ അവിടെ എന്താ സംഭവിച്ചെന്ന് നോക്കാം. അപ്പൊ നടുക്ക് യേശുക്രിസ്തുവും ഇടവും വലം രണ്ട് ഒരുപോലെയുള്ള രണ്ട് കള്ളന്മാരും മരണശിക്ഷ വിധിക്കാൻ കിടക്കുമ്പോൾ അതിൽ ഒരു കള്ളൻ യേശുക്രിസ്തുവിനെ നോക്കി പറയുകയാണ്: നീ ക്രിസ്തു അല്ലയോ?
നിന്നെ തന്നെ ഞങ്ങളെ രക്ഷിക്കുക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. അപ്പോൾ ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു യഹൂദ ജനം അപ്പോഴെന്താണ്, ഞാൻ ക്രിസ്തുവാണ്, അവൻ ദൈവപുത്രനാണെന്ന് സാക്ഷ്യപ്പെടുത്തിയത് വഴി അവൻ ആ ഒരു കള്ളൻ ഇവനെ പരിഹസിക്കുകയാണ്. എടാ നീ ക്രിസ്തു അല്ലയോ, ഒരു ക്രിസ്തു എങ്ങനെ, അല്ലെങ്കിൽ ഞങ്ങൾ കാത്തിരിക്കുന്ന മശിക, അല്ലെങ്കിൽ ഞങ്ങൾ കാത്തിരിക്കുന്ന ഈ ദൈവപുത്രൻ എങ്ങനെയാണ് ഞങ്ങൾ ഒരുവനെ പോലെ ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്നത്? അപ്പോൾ ഒരു കാര്യം അവർ ഉറപ്പിക്കുകയാണ്, ഇവൻ ക്രിസ്തു അല്ലെന്ന് ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇവനെ ആ നടുക്ക് കയറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കള്ളം പറയുന്നത്, നീ ക്രിസ്തു ആണെന്നൊക്കെ ഇല്ലേ പറഞ്ഞത്, നീ ഒരു കാര്യം ചെയ്ത്, നീ ക്രിസ്തു ആണെങ്കിൽ ദൈവത്തിന്റെ അഭിഷിക്തനല്ലേ, നീ നിന്നെ തന്നെ ഒന്ന് രക്ഷിക്കുക, എന്നിട്ട് ഞങ്ങളെയും കൂടെ ഒന്ന് രക്ഷിക്കുക, എന്നാൽ ഞാൻ നിന്നിൽ വിശ്വസിക്കുക. അത് പരിഹാസമാണ്. നോക്ക് പ്രിയരെ, ഒരേ സ്വഭാവമുള്ള രണ്ട് കള്ളന്മാരിൽ ഒരു കള്ളന്റെ അവസ്ഥ ഇതാണ്. എന്നാൽ അതേ സ്വഭാവമുള്ള, ഞാൻ ആ വചനം ഒന്നുകൂടി പറഞ്ഞു, ഒരുവൻ പോലുമില്ല, എല്ലാവരും ഒരുപോലെ ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയവനാണ്. അപ്പൊ ഒരുപോലെയുള്ള ഒരു കള്ളൻ ഈ തരത്തിൽ കർത്താവിനെ ഇങ്ങനെ ദുഷിക്കുമ്പോൾ അതേ സ്വഭാവമുള്ള അതേ ശിക്ഷ ഏൽക്കുന്ന മറ്റേ കള്ളൻ നോക്കിക്കേ, അവൻ എന്താ പറയുന്നത് നോക്കുക. മറ്റവനോ ഇവനെ ശാസിച്ചിട്ട് പറഞ്ഞു, സമശിക്ഷാപതിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ല. അപ്പൊ എന്താ, മറ്റേ കള്ളന് താൻ ചെയ്ത പാപത്തെ പറ്റി ഒരു ബോധമുണ്ട്. അവൻ പറയാണ്, സമശിക്ഷാപതിയിലാണ് നമ്മൾ ഇപ്പോഴും ഇരിക്കുന്നത്, നീ ഇപ്പോഴും ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? ഈ ക്രൂശിൽ ഈ കഷ്ടമേറ്റ് മരിക്കാൻ കിടക്കുമ്പോഴും, അതായത് എന്താണ്, ഇനി ഒരു പ്രത്യാശയില്ലാതെ ഇവിടെ കിടക്കുമ്പോഴും നിന്റെ നെഗളത്തിന് അഹങ്കാരത്തിന് എന്തേ കുറവ് വന്നില്ല എന്ന് ഈ കള്ളൻ, രണ്ടാമത്തെ കള്ളൻ ഒന്നാമത്തെ കള്ളനെ ശാസിക്കുന്നു. എന്നിട്ട് പറയാണ്, നാമോ ന്യായമായ ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. അപ്പോൾ എന്താണ്, ഈ കള്ളൻ തന്നെത്താൻ താഴ്ത്തി പ്രിയപ്പെട്ടവർ എന്താ പറഞ്ഞറിയാമോ, നാം എന്താണ് പ്രവർത്തിച്ചതിന് തക്കതായിരിക്കുന്ന ശിക്ഷ ഇപ്പം പ്രാപിക്കുന്നത്. ഇങ്ങനെ പറയുന്നത്, നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കും, ഞാൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷ ആണ് എനിക്കിപ്പോൾ കിട്ടുന്നത്. പ്രിയപ്പെട്ട, ഇത് ന്യായപ്രമാണത്തിന്റെ ഒരു എന്താണ് ഒരു പതിപ്പും കൂടെയാണ്. അവിടെ എന്താണ് പറഞ്ഞത്, പാപത്തിന്റെ ശമ്പളം മരണമാണ്. അതിന്റെ ശരിക്കുള്ളൊരു അനുഭവം കൂടെയാണ് ഇത്. നാം ചെയ്ത തെറ്റിന്റെ ശിക്ഷയിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്. എടാ, എന്നിട്ട് നിനക്കൊരു അനുതാപം ഇല്ലാത്ത എന്ത്? അപ്പൊ ഈ രണ്ടാമത്തെ കള്ളൻ ഇത് ചെയ്ത് അറിയാമോ, അവനെ തന്നെ ഈ ന്യായപ്രമാണത്തിന്റെ നിയമത്തിന് മുമ്പിൽ താഴ്ത്തി, പാപത്തിന്റെ ശമ്പളം മരണമാണ്, ഞാൻ ഇനി യോഗ്യനാണ്, ഞാൻ പാപം ചെയ്തവനാണ്. അപ്പോഴെന്താണ് സംഭവിച്ചത്, ഇവനോ അരുതാത്തൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ കള്ളൻ ഒരു കാര്യം മനസ്സിലായി, ഞാൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷ ഞാൻ അനുഭവിക്കാൻ യോഗ്യനാണ്. എന്നാൽ ആ ക്രൂശിൽ കിടക്കുന്നതിനെ പറ്റി ഇന്നേ വരെ ഞാനൊരു കുറ്റവും കേട്ടിട്ടില്ല. അവന്റെ ഓരോ വാക്കും, അവന്റെ ഒരു പ്രാർത്ഥന ഈ കള്ളൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നറിയാമോ, പിതാവ്, ഇവർ ചെയ്യുന്ന എന്തെന്നറിയാൽ എടവും വലവും ഈ കർത്താവിന്റെ കൂടെ രണ്ട് കള്ളന്മാരെ ക്രൂശിക്കുമ്പോൾ ഇവരെന്താണ് മനഃപൂർവ്വം ചെയ്തതല്ല ഈ കള്ളന്മാരെ ക്രൂശിച്ചത്. പക്ഷെ എന്താണ്, ഈ കള്ളന്മാരിൽ ഒരുവനെ പോലെ അവരുടെ രക്ഷകനെ അവർ ക്രൂശിക്കുമ്പോൾ നോക്ക്, പിന്നെ പിതാവെ ഇവരോട് ക്ഷമിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്. കള്ളന്മാരിൽ ഒരുവനെ പോലെ യേശുക്രിസ്തുവിനെ അവർ എന്താണ് ആ ക്രൂശിൽ തറയ്ക്കുന്ന കാര്യത്തിൽ പിതാവ് ഇവരോട് ക്ഷമിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ കർത്താവ് ക്രൂശിൽ മരിക്കുന്ന ആ പ്രാർത്ഥനയും അവന്റെ കഷ്ടാനുഭവങ്ങളിലുള്ള അവന്റെ ശാന്തതയും ഈ മറ്റേ കള്ളനെ വല്ലാതെ ആകർഷിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത്, നാം ചെയ്ത തെറ്റിന്റെ ശിക്ഷ അനുഭവിക്കുന്നു, ഇവന്റെ സൗമ്യത ഇവനെ പിടിച്ചു. എന്നിട്ട് പറയുകയാണ്, പിന്നെ അവൻ യേശുവെ, നീ രാജ്യത്വം പ്രാപിച്ച് വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. നോക്ക് പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ രണ്ട് കള്ളന്മാർക്കും ഈ കൃപ കൊടുക്കാൻ ദൈവം ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ രണ്ട് കള്ളന്മാർക്കും ഈ വെളിപ്പാട് കൊടുക്കാൻ, അതായത് ഈ ക്രൂശിൽ കഷ്ടമേറ്റ് മരിക്കുന്ന ഈ കള്ളന് എങ്ങനെ തന്റെ ചാരത്ത് ഇതുപോലൊരു കള്ളനെ പോലെ മരിക്കുന്ന ഈ ക്രിസ്തു അവന്റെ രക്ഷകനാണെന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അത് വെളിപ്പാടാണ്. എന്തുകൊണ്ടാണ് വെളിപ്പാട് കിട്ടിയതറിയാമോ പ്രിയപ്പെട്ട? ദൈവത്തെ പറ്റിയുള്ള ഒരു വെളിപ്പാട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ താഴ്ത്തി കൊടുക്കണം. നമ്മുടെ പാപത്തെ പറ്റി ബോധം വരുത്തണം. ദൈവം പാപമില്ലാത്തവനും ഞാൻ കുറ്റക്കാരനുമാണ്, എൻ്റെ പാപത്തിന് ശിക്ഷയുണ്ടെന്ന് തന്നെത്താൻ അംഗീകരിക്കുമ്പോഴാണ് ദൈവം നമുക്ക് എന്താണ് പുത്രനിലേക്കുള്ള വെളിപ്പാട് തരുന്നത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 11 പറഞ്ഞില്ലയോ, പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല, പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നുള്ളത് ആരും പിതാവിനെ അറിയുന്നില്ല. നോക്ക് പ്രിയപ്പെട്ടവരെ, ആ ക്രൂശില് ഈ കള്ളൻ എന്നോട് ദൈവം പ്രത്യേകം യാതൊരു സ്പെഷ്യലായിരിക്കുന്ന കൃപയും അവന് കൊടുത്തിട്ടില്ല. അവന്റെ ഹൃദയത്തെ താഴ്ത്തിയത് കൊണ്ടാണ് ദൈവം അവനെന്താണ് ഈ വെളിപ്പാട് കൊടുത്തത്. നിന്റെ ചാരത്ത് കിടക്കുന്ന ഈ ക്രിസ്തു ഇവൻ നിന്റെ ഏക രക്ഷകനാണ് എന്ന് പറഞ്ഞു. മറ്റേ കള്ളനും അത് കിട്ടുമായിരുന്നു. അവൻ കർത്താവിനെ ദുഷിച്ചുകൊണ്ട് നശിച്ചു പോകുമ്പോൾ അവനും എന്താണ്, എൻ്റെ പാപത്തിന് ഞാൻ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നല്ലോ, എന്നെ ആര് സഹായിക്കും, എന്നെ ആര് സഹായിക്കും, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവ് എന്നൊരു വാക്ക് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്നിരുന്നെങ്കിൽ, കർത്താവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം അവർക്കറിയാം. അവർ കർത്താവിൽ തന്നെയാണ് ദൈവത്തെ വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവൻ അങ്ങനെ ഒരു ദൈവത്തിലേക്ക് അവന്റെ കണ്ണുകളെ ഉയർന്നിരുന്നെങ്കിൽ തന്റെ ചാരത്ത് കിടക്കുന്ന ക്രിസ്തുവാണ് തന്റെ രക്ഷകൻ വെളിപ്പാട് കിട്ടുമായിരുന്നു. അപ്പോൾ ഇവൻ എന്താണ്, ഈ തന്നെത്താൻ താഴ്ത്തിയപ്പോൾ ദൈവം വെളിപ്പാട് കൊടുത്ത് ഇവൻ അതിന്റെ രക്ഷകൻ. അവൻ എന്താണ് വിളിച്ചപേക്ഷിച്ചു, അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അപ്പൊ എന്താണ്, കള്ളം വിളിച്ചപേക്ഷിച്ചു, നീ രാജ്യത്വം പ്രാപിച്ച് മടക്കി വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ. പ്രിയപ്പെട്ട, ഹൃദയത്തിന് താഴ്മയില്ലാത്ത ആർക്കും വെളിപ്പാട് കിട്ടത്തില്ല. ഹൃദയങ്ങളെ താഴ്ത്തി നമ്മുടെ പാപങ്ങളെ പറ്റി ഏറ്റു പറയുവാൻ, നമ്മുടെ പാപത്തെ പറ്റി ബോധം വന്ന് ദൈവത്തിന്റെ
ദൈവത്തിന്റെ വിശുദ്ധിയും ദൈവത്തിന്റെ മഹത്വത്തെ നമ്മൾ അംഗീകരിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ദൈവികമായിരിക്കുന്ന മർമ്മങ്ങളൊക്കെ എടുത്തുള്ളൂ. നമുക്ക് ആർക്കും സ്വന്തമായിട്ടോ ബുദ്ധി കൊണ്ടോ കഴിവ് കൊണ്ടോ ദൈവത്തിന്റെ മർമ്മങ്ങളെ ഈ ദൈവത്തിന്റെ വചനമായിരിക്കുന്ന ബൈബിള് തന്നെങ്കിലും ആത്മാവിൽ അത് ഗ്രഹിക്കണമെങ്കിൽ താഴ്മയുള്ള ഹൃദയം വേണം. അല്ലാതെ ഇത് PhDക്ക് വേണ്ടി പഠിക്കാം, പക്ഷെ ക്രിസ്തുവിനെ അറിയത്തില്ല. ഈ ബൈബിൾ വായിച്ച് അനേകം ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്, പക്ഷെ എന്താണ്, അവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അതല്ല, ഹൃദയങ്ങൾക്ക് താഴ്മയുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ സ്നേഹം വരുത്തുവാൻ കഴിയത്തുള്ളൂ. എന്നാൽ ആ കള്ളൻ എന്ത് ചെയ്ത് മരിച്ച് അവനോട് പർദീസയിൽ പോയി. എന്നാൽ ഇതെന്താണെന്ന് അറിയാമോ? ഇതാണ് യഥാർത്ഥമായിരിക്കുന്ന സ്നാനം. അതായത് എന്താണ്, യേശുക്രിസ്തുവിന്റെ യഥാർത്ഥമായിരിക്കുന്ന സ്നാനം ക്രൂശിലെ മരണമാണ്. എങ്ങനെ തെളിയിക്കാൻ പറ്റും? നോക്ക്, പിന്നെ യേശുക്രിസ്തു ക്രൂശിൽ യോർദാൻ നദിയില് യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനം പറ്റും. താൻ അതിനുശേഷം അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും എല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ലൂക്കോസിന്റെ സുവിശേഷം 12:49-50 വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഭൂമിയിൽ ഞാൻ തീയിടുവാൻ അത്രേ വന്നത്, അതിപ്പോഴേ വീണ് കത്തിയിരുന്നുവെങ്കിൽ ഞാൻ ആശിക്കുന്നു, എങ്കിലും എനിക്ക് ഇനി ഒരു സ്നാനം ബാക്കിയുണ്ട്. അപ്പോഴെന്താണ് അവന്റെ രണ്ടാമത്തെ സ്നാനം? ഒന്നാമത്തെ സ്നാനം പിന്നെ യോർദാൻ നദിയിൽ യോഹന്നാന്റെ കൈക്കിലേറ്റ സ്നാനം. പക്ഷെ യഥാർത്ഥമായിരിക്കുന്ന സ്നാനം, ആ പറഞ്ഞ സ്നാനം ക്രൂശിലെ മരണമാണ്. അപ്പോഴെന്താണ്, താൻ ക്രൂശിൽ മരിക്കുമ്പോൾ മരിച്ചാൽ മാത്രമേ ഈ ലോകത്തിലേക്ക് തീ എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് വരുത്തുള്ളൂ. അപ്പോൾ യഥാർത്ഥമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ സ്നാനം എന്ന് പറഞ്ഞാൽ ക്രൂശിലെ മരണമാണ്. അതെങ്ങനെ തെളിയിക്കാൻ പറ്റും? റോമാലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി നല്ല വ്യക്തത കിട്ടുന്നുണ്ടല്ലോ. കാരണം എന്താണ്, സ്നാനത്താൽ നമ്മൾ എന്താണ് യേശുക്രിസ്തുവിനോട് കൂടെ മരിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ യഥാർത്ഥമായിരിക്കുന്ന സ്നാനം ആ ക്രൂശിലെ മരണമാണെന്ന് നമുക്കവിടെ നിസ്സംശയം തെളിയിക്കുവാൻ കഴിയും. ആ റോമാലേഖനം 6-ാം അധ്യായം ഇങ്ങനെയാണ് പറയുന്നത്, പാപസംബന്ധമായിട്ട് മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നല്ലോ. അപ്പോൾ ഇവിടെ ഒരു വ്യക്തി സ്നാനമേൽക്കുമ്പോൾ യേശുക്രിസ്തു എന്ന് വെച്ചാൽ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിനെ ആ മറ്റേ കള്ളനെ പോലെ കർത്താവിന്റെ ക്രൂശീകരണം കണ്ടിട്ട് എനിക്ക് വേണ്ടിയിട്ടാണ് അവൻ കഷ്ടം സഹിക്കുന്നതെന്നും അവനോടുകൂടി എനിക്ക് രാജ്യത്വം പ്രാപിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി അവനെ സ്നേഹിച്ചിട്ട് അവനോടുകൂടെ മരിക്കുന്നതാണ് ഈ സ്നാനം എന്ന് പറയുന്നത്. അങ്ങനെ സ്നാനമേൽക്കുമ്പോൾ മാത്രമേ ആ പർദീസ അല്ലെങ്കിൽ സ്വർഗീയ വാസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ മറ്റേ കള്ളനും ഈ പറഞ്ഞ പ്രകാരം സ്നാനമേറ്റുവെങ്കിലും യേശുക്രിസ്തുവോട് മരിച്ചുവെങ്കിലും അവൻ മാനസാന്തരപ്പെടാതെയാണ് യേശുക്രിസ്തുവോട് മരിച്ചത് അല്ലെങ്കിൽ സ്നാനമേറ്റത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെടാതെ ഏൽക്കുന്ന ഒരു സ്നാനവും നമ്മളെ എന്താണ് സ്വർഗീയ വാസത്തിന് കൊള്ളത്തില്ല. നമ്മൾ പാടാറുണ്ട്, മാമോദീസ ഒന്ന് മാത്രമേ പാപമോചനത്തിനായിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ യഥാർത്ഥമായിട്ടും അപ്പോസ്തലന്മാർ കാണിച്ചെന്ന ഈ മാമോദീസ എന്ന് പറഞ്ഞത് ബാപ്റ്റിസമാണ്. അത് സമ്പൂർണ്ണമായിട്ടും ജലത്തിലേക്ക് നമ്മളെ താഴ്ത്തി അതിൽ നമ്മൾ ഉയർത്തുന്നതാണ്. എന്ന് മാത്രമല്ല, ആ സ്നാനത്താൽ അത്ര നമ്മൾ യേശുക്രിസ്തുവിനോടുകൂടെ മരണ പുനരുത്ഥാനത്തിൽ നമ്മൾ അനുരൂപമായിട്ട് തീരുന്നത്. ആ മറ്റേ കള്ളനും എന്താണ്, സ്നാനമേറ്റെങ്കിലും അവൻ മാനസാന്തരപ്പെടാതെ സ്നാനമേറ്റത് വഴി അവന് രക്ഷ കൈവരിക്കാൻ കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് യേശുക്രിസ്തു മർക്കോസ് 16:16 പറയുന്നത്, നിങ്ങൾ സകല സൃഷ്ടിയോടും പോയി സുവിശേഷം അറിയിപ്പീൻ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പോൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ മാനസാന്തരം എന്ന് തന്നെ അർത്ഥം. എല്ലാ പിതൃപാരമ്പര്യങ്ങളും തള്ളിക്കളഞ്ഞ് നമ്മളെ ഇന്നേവരെ രക്ഷിക്കാൻ കഴിയാത്ത എല്ലാ മതഭക്തികളും തള്ളിക്കളഞ്ഞ യേശുക്രിസ്തുവിനെ ഏകരക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിച്ച എനിക്ക് വേണ്ടി മരിച്ചവനെ എനിക്ക് വേണം, ഇനി ഒരു ജീവിതമുണ്ടെങ്കിൽ ഞാൻ അവന് വേണ്ടി ജീവിക്കുന്നുള്ള ഉറപ്പുള്ളവനാണ് സ്നാനത്തിലേക്ക് വരേണ്ടത്. ആ സ്നാനം ഏൽക്കുമ്പോൾ തന്നെ ദൈവം പരിശുദ്ധാത്മാവിനെ തരും. ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ സൂക്ഷിച്ച് പാപം ചെയ്യാതെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നെങ്കിൽ നാളെ നമ്മൾ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ അവനോട് നിത്യസ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ ഭൂമിയിലെ 1000 ആണ്ട് വാഴ്ചയും അതിനുശേഷമുള്ള നിത്യസ്വർഗത്തിലേക്കും എന്നേക്കും നമ്മൾ എന്താണ് ആ ക്രിസ്തുവിന്റെ വേഷം ധരിച്ചുകൊണ്ട്, ക്രിസ്തുവിന്റെ രൂപം ധരിച്ചുകൊണ്ട്, അവന്റെ തേജസ്സിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് അവനോടുകൂടെ നമ്മൾ എന്നേക്കും ജീവിക്കും.